NDAയിലെ സീറ്റ് വിഭജനത്തിലെ പ്രശ്നങ്ങൾ സ്വാഭാവികമാണെന്ന് പറയുന്നു BJP സംസ്ഥാന സെൽ കോർഡിനേറ്റർ VK സജീവൻ. BDJSന്റെ പരാതി ഇതുവരെ പാർട്ടിക്ക് മുന്നിലെത്തിയിട്ടില്ല. BDJSനെ ചേർത്ത് നിർത്തി മുന്നോട്ട് പോകാൻ ശ്രമിക്കുമെന്നും VK സജീവൻ 24നോട് പറഞ്ഞു. BJPക്കുള്ളിലെ സീറ്റ് തർക്കം പാർട്ടി വളർന്നതിന്റെ സൂചനയാണെന്ന് കൂടി പറയുന്നുണ്ട് VK സജീവൻ. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി BJP സംസ്ഥാനത്ത് സ്ഥാനാർത്ഥികളെയൊക്കെ പ്രഖ്യാപിക്കുന്നുണ്ട്. ഏറെയും സ്ത്രീകളും പുതുമുഖങ്ങളുമാണ് BJPയുടെ സ്ഥാനാർത്ഥികളായി എത്തുന്നത്. BJP സംസ്ഥാന സെൽ കോർഡിനേറ്റർ VK സജീവൻ നമുക്കൊപ്പം ചേരുകയാണ്. സജീവട്ടെ, നമസ്കാരം. ഇപ്പോൾ BJP പുതുമുഖങ്ങളെ തേടുന്നത് എല്ലാ വിഭാഗം ജനങ്ങളെയും ഇത്തവണ ഭാരതീയ ജനതാ പാർട്ടി പരീക്ഷിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ എല്ലാ ജനവിഭാഗങ്ങളുടെയും വോട്ട് കൈക്കലാക്കാൻ വേണ്ടിയിട്ടുള്ള ഔട്ട്റീച്ച് പരിപാടിയും ഭാരതീയ ജനതാ പാർട്ടി നടത്തുന്നുണ്ട്. ഈ മുന്നണി സംവിധാനം നോക്കുകയാണെങ്കിൽ BDJS വേണ്ടത്ര സീറ്റ് കിട്ടുന്നില്ല എന്ന പരാതി പല ഭാഗങ്ങളിലും ഉന്നയിക്കുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും അത്തരം ഒരു മുന്നണി സംവിധാനത്തിലെ ചർച്ചകൾ മുന്നോട്ട് പോകുമ്പോൾ അത്തരം വിമർശനങ്ങളും ചർച്ചകളൊക്കെ സ്വാഭാവികമാണ്. ചർച്ചയുടെ അടിസ്ഥാനത്തിലല്ലേ തീരുമാനങ്ങൾ എത്താൻ പറ്റും. അത്ര വലിയ പ്രശ്നമൊന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ അത്ര വലിയ പ്രശ്നങ്ങളുണ്ട് എന്ന് പാർട്ടി തലത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. തീർച്ചയായിട്ടും BDJSനെ ഒപ്പം കൂട്ടിക്കൊണ്ട് അവരുടെ വിശ്വാസം ആർജിച്ചുകൊണ്ട് തന്നെ മുന്നണി എന്നുള്ള നിലയിൽ പാർട്ടി മുന്നോട്ട് പോകും. ഈ പാലക്കാട് മുനിസിപ്പാലിറ്റി സംബന്ധിച്ച് ശിവരാജന് ഇത്തവണ സീറ്റ് കൊടുത്തിട്ടില്ല, പ്രമീള ശശിധരന് സീറ്റ് കൊടുത്തിട്ടില്ല, മുതിർന്ന നേതാക്കളെ പാടെ തള്ളിക്കളഞ്ഞു, C കൃഷ്ണകുമാർ പക്ഷം പിടിമുറുക്കി എന്നുള്ള ഒരു ആക്ഷേപം വരുന്നുണ്ട്. അല്ല, എനിക്ക് പാലക്കാട് നഗരസഭയുടെ ഇൻ ഡീറ്റെയിൽസ് എന്താണ് എന്നറിയില്ല. കാരണം പുറത്തു വരുന്ന വാർത്തകളൊക്കെ ആ പാലക്കാടിനെ സംബന്ധിച്ചതിന് മുൻകാലഘട്ടത്തിലും അത് തെറ്റാണ് എന്ന് തെളിഞ്ഞിട്ടുള്ളതാണ്. പാലക്കാട് മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ച് നമ്മുടെ ഭരണത്തിലുള്ള ഒരു മുനിസിപ്പാലിറ്റിയാണ്. തീർച്ചയായിട്ടും മുതിർന്ന നേതാക്കന്മാരും സംസ്ഥാന ടീമും ഒക്കെ അത് കൃത്യതയിൽ എത്തിക്കുമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്കാർക്കും സംശയമില്ല. ജില്ലയിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കാനാണ് VK സജീവൻ കാസർകോട്ടേക്ക് എത്തിയത്. അരുൺ പാറക്കൽ, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.